ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറയുന്ന അഫർമേഷൻസും മെഡിറ്റേഷൻസൊക്കെ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്തിട്ട് ഒരു നല്ലൊരു അലൈൻമെൻറ്റിൽ നമ്മുടെ മെൻ്റലി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ആവാനായിട്ട് ഒട്ടും ലേറ്റ് ആവില്ല. നമ്മുടെ മെൻ്റൽ വൈബ്രേഷൻ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും നെഗറ്റീവായിട്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഭയങ്കരമായിട്ട് ലേറ്റ് ആവുന്നത്. പിന്നെ നമ്മുടെ ഈ മാനിഫെസ്റ്റേഷൻ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് മാത്രമല്ല, നമുക്കൊരു സമാധാനമുള്ളൊരു ജീവിതം വേണം അല്ലേ. എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കണം, ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റണം, ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. പ്രശ്നങ്ങൾ വരുമ്പം അതിനെ ഒന്ന് ഫേസ് ചെയ്യാനായിട്ട് പറ്റണം. അനാവശ്യമായിട്ട് മറ്റുള്ളവർ ലൈഫിൽ ഇടപെടുന്നത് അതിപ്പോൾ ഭയങ്കര ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അവനവൻ്റെ ലൈഫിൽ മറ്റുള്ളവർ വന്ന് ഇൻ്റർഫിയർ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക, തീരുമാനിക്കുക, സ്വന്തം ലൈഫിൽ അവനവനൊരു റോൾ ഇല്ലാതാവുക, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഓരോ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചാൽ മതി. നമ്മളൊരിക്കലും നമ്മളുടെ കീഴെടുത്ത് മറ്റുള്ള ഒരാളെ കൊടുക്കരുത്. അവരുടെ ലൈഫ് അവരുടെയൊക്കെ ഇഷ്ടത്തിന് അവർ ഡിസൈൻ ചെയ്യുന്നുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൂടാ? പ്രത്യേകിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫാമിലി ലൈഫ് ആയിട്ടുണ്ടെങ്കിൽ ആ ഫാമിലി ലൈഫിൽ ഭാര്യയ്ക്കും ഭർത്താവും മക്കളും ഉണ്ടാവും. പക്ഷെ അവർക്ക് അവിടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ജഡ്ജ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ഹസ്ബൻഡിൻ്റെ അച്ഛനമ്മ ഫാമിലി ബന്ധുക്കൾ ആരെങ്കിലും കാണും, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ അച്ഛനമ്മ ഫാമിലി ബന്ധുക്കൾ ആരെങ്കിലും കാണും. അപ്പം ഇവരൊക്കെ പറയുന്നത് എപ്പോഴും ഇവർക്കൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ പറഞ്ഞാലെല്ലാം ശരിയായിരിക്കും എന്നുള്ളതാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. അനാവശ്യമായിട്ട് ഒരു തരത്തിലും ഒരാളുടെ കാര്യങ്ങളിലും ഇടപെടാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഒരു ഫാമിലിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടാവും അല്ലേ. അവരുടെ ലൈഫ് എങ്ങനെയാണ് ഇപ്പോൾ, അതായത് പേരൻസ് അവരുടെ ജീവിതം അവരുടേതായിട്ടുള്ള ഒരു ഇഷ്ടത്തിന് കൊണ്ടുപോയി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മക്കളെ വളർത്തി, ഇതൊക്കെ ചെയ്തു. അപ്പോൾ ഈ മക്കളെ വളർത്തി എന്നുള്ള ഒറ്റ ആ ഒരു കണക്ക് വെച്ചിട്ട് അവർക്കൊരു ലൈഫ് ഉണ്ടാകുമ്പം അതിലും ചെന്ന് ജഡ്ജ്മെൻറ്റ് ചെയ്ത് അവിടെ ഒരു പ്രോബ്ലംസ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഈ ഹസ്ബൻഡ് ആണുങ്ങളുടെ വീട്ടിലെ അമ്മമാർ ഇങ്ങനെ കയറി ഇടപെടാറുണ്ട്, സ്ത്രീകളുടെ പെണ്ണുങ്ങളുടെ ഭാര്യമാരുടെ ഫാമിലീസ് കയറി ഇടപെടാറുണ്ട്. ചിലപ്പോൾ ഇവർ അന്നും ഇടപെടില്ല, ചില ബന്ധുക്കൾ കയറി ഇങ്ങനെ ചൊറിയാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്നാമത് ഇങ്ങനെയൊക്കെ ചെയ്യുന്തോറും അവരുടെ വിലയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക. അതായത് അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ഇടപെടുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ അഭിപ്രായം ചോദിച്ചാൽ മാത്രം മറുപടി പറയുക, അല്ല നീ എന്തിനാ അങ്ങനെ ചെയ്തത്, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് പലരും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഒരു പെൺകുട്ടി, അവളുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്, നാട്ടിൽ വന്നപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിന് കുറ്റം പറയുന്ന അമ്മായിമാരുണ്ട്. അതായത് എന്നെ അവിടെ കൊണ്ടുപോയില്ല, ഇവിടെ കൊണ്ടുപോയില്ല, പിന്നെ എന്തിനാണ് പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും വെച്ചിട്ട് അവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഹസ്ബൻഡ് നാട്ടിൽ വന്ന് നിൽക്കുന്ന ഒരാഴ്ചയോ ഒരു മാസമോ അതേ ഉള്ളൂ ആ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു ഭാര്യയ്ക്ക് ഒരു ലൈഫ് ഉണ്ടാകുന്ന ഒരു സമയം. ഈവൻ അവർ തമ്മിൽ ഒരു സിങ്ക് ആവാനും ഒരു കെമിസ്ട്രി ഉണ്ടാവാൻ പോലും ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. കാരണം അത്രയും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് അല്ലേ. അവർ തമ്മിൽ പിന്നീട് മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ അത്രയും നാൾ കാണാതിരുന്ന ആ മക്കളുടെ ഫീലിങ്സ്, അപ്പോൾ അങ്ങനെ കുറച്ച് സമയം അവർക്ക് വേണ്ടിയുള്ള ഒരു സമയമാണ്. ബോധമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കി അവർക്കായിട്ടൊരു സ്പേസ് കൊടുക്കുകയാണ് വേണ്ടത് അല്ലേ. അല്ലാത്തവർക്കൊക്കെ എല്ലാവരും ഉണ്ട്, അല്ലാത്തവർക്കൊക്കെ എല്ലാവരും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പക്ഷേ ഒരു സ്വന്തമായിട്ടൊരു പ്രൈവസിയോ ഒരു ലോകമോ ഒന്നും ഇല്ലാതെ ജീവിക്കുന്നത് ഈ ഭാര്യയായിരിക്കും അല്ലേ. അവൾക്ക് ഭർത്താവിൻ്റെ വീട്ടിലൊരു സ്ഥലമില്ല, സ്വന്തം വീട്ടിലൊരു സ്ഥലമില്ല, ഹസ്ബൻഡ് കൂടെ ഉള്ളപ്പോൾ മാത്രമേ അവൾക്കൊരു ഫ്രീഡവും എല്ലാം ഉള്ളൂ. അപ്പോൾ ആ ഒരു നിമിഷത്തിന് വേണ്ടിയായിരിക്കും എല്ലാ സ്ത്രീകളും അല്ലെങ്കിൽ എല്ലാ ഭാര്യമാരും കാത്തിരിക്കുന്നത്. അപ്പോൾ അതിനും വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബുദ്ധിശൂന്യരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് അങ്ങനത്തെ മെയിൽസ് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, പ്രവാസികളുടെ ഭാര്യമാരാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വിഭാഗം എന്നുള്ളത്. അത് ഭയങ്കര സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും പലരും വിഷമിച്ച് തന്നെ പല മെയിലുകളും അയക്കാറുണ്ട്. അപ്പം ഇതിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇങ്ങനെ കരഞ്ഞു തന്നിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ലൈഫ് എന്താണ്, എങ്ങനെ പോകണം എന്നുള്ളത്. കാരണം ഈ കുറ്റം പറഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കയറി ഇടപെടുന്ന ആൾക്കാരെ, അവരുടെ ആ ഒരു ക്യാരക്ടറിനെ ഒരിക്കലും നമുക്ക് മാറ്റാനായിട്ട് പറ്റുകയില്ല. അവർ അങ്ങനെ തന്നെ ആയിരിക്കും. ഒന്നെങ്കിൽ സ്വയം ചിന്തിക്കാനുള്ളൊരു കഴിവ് വേണം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഹസ്ബൻഡ് വരുമ്പോഴാണ് ഒരു ലൈഫ് ഉള്ളത്, അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ളൊരു കഴിവ് ചുറ്റുമുള്ള ആൾക്കാർക്ക് ഉണ്ടായിരിക്കണം. ഇതില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്ത ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് അല്ലേ.
പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിവില്ലാത്തവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാം, ഒന്ന് ചിരിച്ചുകൊണ്ട് പറയുക. എന്നിട്ടും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് സീരിയസ് ആയിട്ട് പറയുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. എന്നിട്ടും വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു രൂപയുടെ പോലും വിവരമില്ല എന്നങ്ങ് ചിന്തിച്ചാൽ മതി. അവർക്കൊട്ടും വിവരമില്ല, ബുദ്ധിയില്ല, അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളങ്ങ് മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ മൈൻഡിനെ ഒരു ഹാപ്പി ആക്കാൻ നോക്കുക. ഇവരൊക്കെ ഇങ്ങനെ അവർ ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അവർ ഓരോന്ന് പറയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ മൂഡ് ഔട്ടായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർ സക്സസ് ആയി ഇവിടെ അല്ലേ. അവരുടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരിങ്ങനെയൊക്കെ പറയുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ മൂഡ് ഔട്ടായിട്ട് കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ അവരാണ് അവിടെ സക്സസ് ആയത്. നമ്മൾ വീണ്ടും ഡൗൺ ആയി നമ്മുടെ ലൈഫിൽ വീണ്ടും നമ്മൾ നെഗറ്റീവ്സും വിഷമങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി വീണ്ടും അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? നല്ല മൊമെൻറ്റ്സ് പോലും എൻജോയ് ചെയ്യാൻ പറ്റാതെ ആയിപ്പോവും. അതുകൊണ്ട് ഇനി അത് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ കുറേ എന്നുള്ള വീഡിയോയിൽ ഞാൻ മിക്കവാറും പറയാറുണ്ട്, പറയേണ്ട കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയാൻ പഠിക്കുക. പിന്നെ നോ പറയേണ്ട സ്ഥാനത്ത് എനിക്കിത് ഇഷ്ടമല്ല, എന്നോട് ഇങ്ങനെ ചെയ്യേണ്ട, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പെരുമാറണ്ട, എനിക്കിത് ഇഷ്ടമല്ല എന്നുള്ളത് ആരുടെ ആണെങ്കിലും മുഖത്ത് നോക്കി പറയാനുള്ളൊരു ഗട്ട്സ് ഉണ്ടാകുക. നമ്മളങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഒരാൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഒക്കെ അഹങ്കാരമാണ്, തൻ്റെ ഇടമാണ്. എങ്ങനെയാണ് അതൊക്കെ അഹങ്കാരവും തൻ്റെ ഇടമാവുന്നത്? എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ ഇത് എൻ്റെ പ്രൈവസിയാണ്, എൻ്റെ കാര്യത്തിൽ നിങ്ങളങ്ങനെ പറയണ്ട എന്ന് പറയുന്നത് എങ്ങനെയാണ് അഹങ്കാരവും തൻ്റെ ഇടമൊക്കെ ആവുന്നത്? മറ്റുള്ളവർക്കൊക്കെ പറയാം, പക്ഷെ നമുക്ക് ചില സ്ഥലങ്ങളുണ്ട് നമുക്കൊക്കെ എന്തുവാകാം, നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരാളെ മാത്രം അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മാത്രം അങ്ങനെ മാറ്റി നിർത്തുന്നത് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ മാറ്റി നിർത്തുമ്പം അവർ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ എത്രത്തോളമാണെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും പ്രൈവസി ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടങ്ങളുണ്ട്, എല്ലാവരും കൺസിഡറേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ മനസ്സിലാക്കി പെരുമാറുക. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പെരുമാറുന്ന ഒരു സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈഫിൽ തന്നെ പല പ്രശ്നങ്ങളും പലയിടത്തും ഇല്ലാതെയാവും. അപ്പം ഇങ്ങനെ ഒരു ബോധവുമില്ലാതെ മറ്റുള്ളവരുടെ കുടുംബകാര്യങ്ങളിലും മറ്റുള്ളവരുടെ പ്രൈവസിയിലൊക്കെ കയറി ഇടപെടുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ കുറേ തവണ ആൾക്കാരൊക്കെ മിണ്ടാതിരിക്കും. പിന്നെ പതുക്കെ അവർ റിയാക്ട് ചെയ്ത് തുടങ്ങുമ്പം ഈ പ്രശ്നം ഉണ്ടാകുന്ന ആൾക്കാർക്ക് ദേഷ്യമാവും. ഇത്ര നാളും മിണ്ടാതിരുന്നല്ലോ, ഇപ്പോൾ അവൾ റിയാക്ട് ചെയ്തു, അല്ലെങ്കിൽ അവൻ റിയാക്ട് ചെയ്തു, എന്തിനാണ് അങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമില്ല, എന്നോട് അങ്ങനെ പറയാൻ പാടില്ല. അതെന്തുകൊണ്ടാണ് എന്നോട് അങ്ങനെ പറയാൻ പാടില്ല? ഇവർക്ക് എന്ത് വേണമെങ്കിലും പറയാം, എന്നോട് അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെയല്ല, ഞാൻ പറയുന്നത് പോലെ മ്യൂച്വലി റെസ്പെക്റ്റ് വേണം. നമ്മൾ കൊടുക്കുന്നതേ നമുക്ക് തിരിച്ച് കിട്ടുള്ളൂ. ഇവിടുന്ന് എന്താണ് ഉണ്ടാകുന്നത്? ചിലപ്പോൾ ഇവിടെ ഭയങ്കര പാവമായിട്ട് ഇരുന്നിരുന്ന ആളായിരിക്കും, പക്ഷേ ഇവിടുന്ന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ട് അവസാനം സ്ട്രോങ് ആകുന്ന ഒരു ദിവസം വരും. അന്നായിരിക്കും ഏറ്റവും ഈ എതിർത്ത് നിന്ന അല്ലെങ്കിൽ തളർത്തി കളഞ്ഞ എല്ലാവരുടെയും മുന്നിൽ ശക്തമായിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണ് എപ്പോഴും അടികൾ മാത്രം ഏറ്റുവാങ്ങിയ ഒരാൾ സ്ട്രോങ് ആകുമ്പോണ്ടല്ലോ അയാളെ പിടിച്ചാൽ കിട്ടുമല്ലോ. അപ്പോൾ ഈ ഒരു മോട്ടിവേഷനൊക്കെ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ആരൊക്കെ എതിര് നിന്നാലും. പലരും പറയാറുണ്ട്, എൻ്റെ അമ്മായിയമ്മ ഇങ്ങനെ ഭയങ്കര പ്രശ്നമാണ്, എനിക്കതുകൊണ്ട് ഓക്കെ ആകാൻ പറ്റുന്നില്ല, അവരെന്നെ വിഷമിപ്പിക്കുന്നു, ഇവരെന്നെ വിഷമിപ്പിക്കുന്നു. അവരൊക്കെ ഇങ്ങനെയായിരിക്കും. പക്ഷെ അവരെ ബ്ലെയിം ചെയ്ത് നമ്മുടെ സമയം അല്ലെങ്കിൽ നമ്മളുടെ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ്, നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ചെയ്യാതെ നഷ്ടപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ നഷ്ടങ്ങളിലായിരിക്കും അവസാനം ചെന്ന് നിൽക്കുന്നത്. അതായത് ഓരോ ദിവസം കഴിയുന്നതോട് നമ്മൾ പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതേ 2024 കഴിഞ്ഞതേ ഉള്ളൂ, ഇപ്പോൾ 2025 എത്ര പെട്ടെന്നാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. ഈ ഓരോ ദിവസവും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഓരോ ദിവസവും നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളെങ്കിലും പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളത്. അതെന്തുമായിക്കോട്ടെ. ഇപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് തളർന്നിരിക്കുന്ന ഒരാളാണ്, നിങ്ങളിന്ന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വോക്കിന് പോയി, അത് ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അപ്പം നമ്മൾ നമ്മുടെ ലൈഫിൽ നോക്കണം, നമുക്ക് നമ്മുടെ ലൈഫിൽ എന്നും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെറുതാണെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റണം. അത് എന്തുമായിക്കോട്ടെ, എന്തും. എക്സാമ്പിൾസ് ഇപ്പോൾ പറഞ്ഞാൽ ഈ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ഡയറി വാങ്ങി അതിൽ അഫർമേഷൻ എഴുതുകയാണ്, അത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മളൊന്ന് സ്കിൻ കെയർ ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു ജോലിക്ക് വേണ്ടി ഒരു മെയിൽ അയച്ചു, ജോലിക്ക് വേണ്ടി സെർച്ച് ചെയ്തു, നമ്മളങ്ങനെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ്. നമ്മൾ ഡെയിലി ഇപ്പം കുക്ക് ചെയ്യുന്നത്, ഈ അടുക്കള കാര്യങ്ങളൊക്കെ അതല്ല മെയിൻ, അത് പാർട്ട് ഓഫ് ലൈഫാണ്. ഞാൻ പറയുന്നുണ്ട്, അതിനെ ഞാൻ പുച്ഛിക്കും അങ്ങനെയൊന്നുമില്ല. ഞാനും എൻ്റെ വീട്ടിൽ ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ഒരാളെയും വെച്ചിട്ടില്ല, എനിക്കൊരാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുമോ അങ്ങനെയൊന്നുമില്ല.
ഞാൻ തന്നെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, മക്കളുടെ കാര്യങ്ങൾ ചെയ്യുന്നത്, അവരെ പഠിപ്പിക്കണം, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇപ്പോൾ എന്ത് കാര്യം എനിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ എനിക്കും കൂടി വേണ്ടിയാണ്. എന്നിരുന്നാലും ഇപ്പോൾ പലരും പറയാറുണ്ട് അടുക്കളപ്പണിയാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞില്ല, അതല്ല മെയിൻ, അത് പാർട്ട് ഓഫ് ലൈഫ് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് ഒരു പോസിറ്റിവിറ്റി തരുന്ന എന്തെങ്കിലും ഒരു കാര്യം എന്നും ഒരു ദിവസം ഒരു തവണയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ രീതിയിൽ അത് നിങ്ങൾക്കൊരു സന്തോഷം തരുന്നതായിരിക്കണം. അപ്പോൾ നമുക്ക് കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ആ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഇന്നത്തെ ദിവസം എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നുള്ളത് ആലോചിക്കുക. എന്നിട്ട് ആ ഒരു കാര്യത്തെ ആലോചിക്കുന്നതിന് നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് ഫീൽ തോന്നും, ഒരു ഹാപ്പിനെസ് തോന്നും. അങ്ങനെ ഓരോ ദിവസവും കൊണ്ടുപോവുക. ചിലപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. എനിക്കും പ്രോബ്ലംസൊക്കെ വരും. പക്ഷെ നമുക്കതിനെ ഡീൽ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എത്ര വിഷമിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിലും അതിനെ നല്ലൊരു കോൺഫിഡൻസോട് കൂടി നമുക്കതിനെ ഫേസ് ചെയ്യാൻ പറ്റണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനോ ഒഴിവാക്കാനോ ഒന്നും സാധിക്കില്ല. പക്ഷേ ഈ പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളെ വിട്ട് കളയുന്നതിലാണ് തെറ്റിരിക്കുന്നത്. അപ്പം നമുക്കവിടെ എന്തോ ഒരു ലൈഫുള്ളത്, നമുക്ക് നല്ലൊരു ജീവിതം തന്നിട്ടുണ്ട്. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ ഈ ടെൻഷൻ അടിച്ച് ഇങ്ങനെ അതിനെ നഷ്ടപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ചുറ്റുമുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുന്നവരായിരിക്കും. നമ്മളെത്ര ഈ കുറ്റം പറയുന്ന ആൾക്കാരുടെ മുന്നിൽ നമ്മളെത്ര ഉയർച്ചയിലെത്തിയാലും എത്ര അടിപൊളിയായിട്ട് വന്ന് നിന്നാലും അവർ എല്ലാത്തിനും കുറ്റം പറയാനേ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ കുറവുകൾ പറയാനേ നിൽക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും എടുക്കാണ്ട് പറ്റില്ല. അവരുടെ ഹാബിറ്റാണ് ഇങ്ങനെ കുറ്റവും കുറവുകളും പറയുക എന്നുള്ളത്. അവരെപ്പോഴും സന്തോഷിക്കുന്നത് അവർക്കിഷ്ടപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും നേടാൻ പറ്റുമ്പോഴോ അവർക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴോ ഒക്കെ മാത്രമായിരിക്കും. അപ്പോൾ അവർ അങ്ങനെയുള്ള സെൽഫിഷായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ കൂടുതലും ചെന്നപ്പെടാതെ നോക്കുക. ചിലപ്പോൾ ലൈഫിലുള്ള കൂടെയുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ സ്വന്തം ഫാമിലിയിലുള്ള ആൾക്കാർ, ചിലവരുണ്ട് ജോയിൻറ്റ് ഫാമിലി ആയിരിക്കും. ആ ജോയിൻറ്റ് ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ നമ്മളവരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു 2-3 തവണയെങ്കിലും മൈൻഡ് ചെയ്യാതെ, അവരെന്തെങ്കിലും പറഞ്ഞാൽ മൈൻഡ് ചെയ്യാതെ പോയി നോക്കിയേ. ഞാൻ പറഞ്ഞു ഓവറായിട്ട് ഹേർട്ട് ചെയ്യാൻ വരുമ്പോൾ നമുക്കത് മറുപടി പറഞ്ഞ് നിർത്താൻ പറ്റണം. 1-2 മറുപടി പറഞ്ഞാൽ മതിയാവും. അപ്പോൾ മനസ്സിലാവും നമ്മളുടെ ആ ഒരു രീതി ഇങ്ങനെയാണ് എന്നുള്ളത് ഒരു മനസ്സിലാക്കി കൊടുക്കൽ കൂടിയാണ്. ചിലപ്പോൾ അതിലൊന്നും ചിലപ്പോൾ അവർ മാറിയെന്നൊന്നും വരില്ല, പക്ഷെ അവർക്ക് മനസ്സിലാവും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇതാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ പറയാം. പിന്നീട് മൈൻഡ് ചെയ്യേ വേണ്ട, അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ മൈൻഡ് ചെയ്യുകയേ വേണ്ട. ഓക്കെ, ആ ഒരു വ്യക്തിക്ക് നമ്മുടെ ലൈഫിൽ ഒരു സ്ഥാനം കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ പറയുന്ന എന്തെങ്കിലും നമ്മളെ എഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ വാക്കുകൾക്ക് നമ്മൾ ഇടം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ആവശ്യമേ ഇല്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സ്പേസ് ലൈഫിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ ഫെയിലിയർ അവിടെ തുടങ്ങുകയാണ്. അപ്പോൾ 2025 നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ കൂടെയുള്ളവർ, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ, നിങ്ങളുടെ ബന്ധുക്കൾ, ഫ്രണ്ട്സ് ആരും ആയിക്കോട്ടെ, നിങ്ങളെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് വിഷമിപ്പിക്കുക, നിങ്ങൾ എത്ര കാര്യങ്ങൾ അച്ചീവ് ചെയ്താലും കുറ്റം മാത്രം പറഞ്ഞു നടക്കുന്ന വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ മൈൻഡ് പോലും ചെയ്യരുത്. അവർ ടോക്സിക്കാണ്, അവർ ഭയങ്കര വിഷമാണ്. അതുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പരദോഷം പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ കുറ്റം മാത്രം കണ്ടെത്തുന്നത്. അവരുടെ ക്യാരക്ടർ അതുകൊണ്ടാണ്, അവർ ടോക്സിക് ആയതുകൊണ്ടാണ്, അല്ലേ? നിങ്ങൾ ടോക്സിക് അല്ലാത്തത് നിങ്ങളായതുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് അവരിങ്ങനെ പറയുന്നത്. അത്രയും വിചാരിച്ചാൽ മതി. അപ്പം ഈ ഇതൊന്നും കേട്ട് നമ്മളൊരിക്കലും കരഞ്ഞിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇരിക്കും തോറും നെഗറ്റീവ്സ് നമുക്കുണ്ടാവും. അവരുടെ ജോലി ഇതായതുകൊണ്ട് അവരത് ചെയ്തു പോകും. അവരുടെ ഡ്യൂട്ടി അവരൊരിക്കലും നിർത്താൻ പോകുന്നില്ല. നമ്മളിത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ട് അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഭയങ്കരമായിട്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വിഷമം വരുന്നു എന്നറിയുമ്പോൾ, ഒത്തിരി ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുമ്പോൾ നമ്മുടെ സ്വിച്ച് വേർഡ് ചൊല്ലുക. ഓക്കെ, അത് ഡെഫിനറ്റ്ലി മാജിക് ഉണ്ടാക്കും. വളരെയധികം വലിയ മാജിക് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ മാജിക് സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിലവിട്ട് പോയി എന്ന് തോന്നുന്ന സമയത്ത് പോലും ഏതൊരവസ്ഥയിലും നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു സ്വിച്ച് വേർഡിന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ട് നമ്മളുടെ ചാനലിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വോൾഫിൻ്റെ പ്രസൻസ് വരെ കിട്ടി എന്നും പറഞ്ഞ് ഉള്ള കമൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ എല്ലാ കമൻസും എടുത്തിട്ട് ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യും കേട്ടോ. എനിക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാനൊരു സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ലൈഫിനെ നമുക്ക് മാറ്റാൻ പറ്റും. എൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യാനായിട്ട് എനിക്ക് മാത്രമേ പറ്റുള്ളൂ. ഞാൻ അത്രയും ഫീലിങ്സോട് കൂടി ചെയ്യുന്നൊരു വീഡിയോ ആണിത്. കാരണം ഒരുപാട് അങ്ങേയറ്റം സ്ട്രഗിൾ ചെയ്ത് ജീവിച്ചിരുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു.
ഓക്കെ. ആ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ അബ്രോഡും കൂടിയാണ്. അപ്പോൾ എനിക്ക് 2 കുഞ്ഞു മക്കളായിരുന്നു എൻ്റെ കയ്യിൽ. ഹെൽത്ത് ഇഷ്യൂസും അതും ഇതുമൊക്കെ ആയിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ, ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും, ഈസി ആയിട്ട് പറ്റും. അത് എനിക്ക് പറ്റുമെന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലും ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ ഇതിനെയൊക്കെ അടിപൊളിയായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ ലൈഫിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സ് തുറന്ന് ചിരിക്കാൻ സാധിക്കും. ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, അതൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആഗ്രഹങ്ങൾ മാത്രമല്ല നമുക്ക് നേടേണ്ടത്, നമുക്ക് സമാധാനം വേണം, കോൺഫിഡൻസ് വേണം, സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റണം, ആഹാരം കഴിക്കാൻ സാധിക്കണം. എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ടെൻഷൻസ് കാരണം, പേടി കാരണം ആഹാരം കഴിക്കുന്നില്ലായിരുന്നു ഞാൻ. അവസാനം എനിക്ക് BP കുറഞ്ഞു, ഞാൻ തലകറങ്ങി വീണു, ഒറ്റയ്ക്ക് പോയി ട്രിപ്പിട്ടിട്ട് വരേണ്ടി വന്നു. അതാണ് അവസ്ഥ. അതേ ഉണ്ടാവുള്ളൂ. എപ്പോഴെങ്കിലും ലൈഫിൽ മനസ്സിലാവും എനിക്ക് ഞാനേ ഉള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാവണം. അപ്പോൾ ആഗ്രഹങ്ങൾ, ആ സാധനം കിട്ടണം, ഈ സാധനം കിട്ടണം, അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ലൈഫിൽ സമാധാനം വേണം, നല്ല ഉറക്കം, അത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആഹാരം കഴിക്കാൻ പറ്റണം. എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റാതെ എൻ്റെ സ്ലീപ്ലെസ് നൈറ്റ്സുമാണ് എന്നെ ഒരു BP ഭയങ്കരമായിട്ട് കുറയുന്ന ഒരവസ്ഥയിലെത്തിയത്, വെയിറ്റ് ലോസിലേക്ക് കൊണ്ടുപോയത്, ഹെയർ ഫോളിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ ചുറ്റിനുമുള്ള ആൾക്കാർ തന്ന ടെൻഷൻസ് ഞാൻ റിസീവ് ചെയ്തത് കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായി. എന്താ കാര്യം? എൻ്റെ ഹെൽത്ത് പോയി. ബാക്കി ഈ പരദൂഷണം പറഞ്ഞ, അല്ലെങ്കിൽ നമ്മളെ ബ്ലെയിം ചെയ്ത, അല്ലെങ്കിൽ നമുക്ക് യാതൊരു യൂസും ഇല്ലാത്ത കുറേ ആൾക്കാർ കാണും ഇങ്ങനെ നമ്മളെ ബ്ലെയിം ചെയ്യാനായിട്ട്. അവർ കാരണം ഞാനത് റിസീവ് ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് തിരിച്ചൊരു മറുപടി പറയാനായിട്ട് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ഏത് അവസ്ഥയിലായി, അല്ലെങ്കിൽ എൻ്റെ ആ അവസ്ഥ എൻ്റെ മക്കളെയും ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ന് മാറാൻ ശ്രമിച്ചോ അപ്പം തൊട്ടാണ് എൻ്റെ ലൈഫിൽ എനിക്ക് മാറ്റം വന്നത്. പക്ഷേ എന്നെ നമ്മളെ ബ്ലെയിം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അതൊരടി തന്നെ ആയിരിക്കും. അവർക്ക് ചിലപ്പോൾ ദേഷ്യം വരും നമ്മളോടുള്ള ദേഷ്യം വീണ്ടും വീണ്ടും കൂടും. കാരണം അതങ്ങനെ വരുള്ളൂ. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് സമാധാനം വേണം, നമ്മുടെ ഫാമിലിയിൽ സമാധാനം ഉണ്ടാവണം. ഇത്രയും നാളും ടെൻഷൻ അടിച്ച് ഒരു നെഗറ്റീവ് രീതിയിൽ പോയ ലൈഫ് പോലെ ആവരുത് ഇനി 2025 എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് നല്ല കോൺഫിഡൻസ് വേണം. ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. ആഹാരം കഴിക്കാൻ സാധിക്കണം, വയറ് നിറയെ നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കണം, നല്ല കോൺഫിഡൻസ് വേണം. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. നമ്മുടെ ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മുടെ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് ഈ ഒരു ഇതിനപ്പുറം അത് നമ്മളുടെ സ്പേസ് ആക്കണം. ഒരാൾക്കും അതിനിപ്പുറത്തേക്ക് എൻട്രി കൊടുക്കരുത്. നമ്മുടെ പ്രൈവസി, നമ്മുടെ തീരുമാനങ്ങൾ, ഇതൊക്കെ നമുക്കുണ്ടായിരിക്കണം. ബ്ലെയിം ചെയ്യുന്ന, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന, പരദൂഷണം പറയുന്ന, നമുക്കെന്തെങ്കിലും നേടി, നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തു എന്ന് പറയുമ്പം അതിനെ കുറ്റപ്പെടുത്താനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. നമ്മൾ കരഞ്ഞിരുന്നപ്പം തിരിഞ്ഞു പോലും നോക്കാത്ത, നമ്മളൊന്ന് കിടന്നിരുന്ന സമയത്ത് ഒരു ഫോൺ കോൾ കൊണ്ട് പോലും തിരിഞ്ഞു നോക്കാത്ത കുറേ ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് കുറ്റം പറയാൻ മാത്രമേ അവർക്കറിയുള്ളൂ. കാരണം അവരൊരു ഹെൽപ്പും ചെയ്യില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോൾ കുറ്റം പറയണം. അതാണ് അവരുടെ രീതി. അപ്പോൾ അവരത് കണ്ടിന്യൂ ചെയ്തോട്ടെ. അവർക്കുള്ളത്, അല്ലെങ്കിൽ ആ ഒരു കർമ്മത്തിനുള്ളത് നമ്മുടെ യൂണിവേഴ്സ് കൊടുക്കും. അത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനുള്ളത് നമുക്ക് കിട്ടണം, അല്ലേ? അപ്പം നമുക്ക് നല്ലത് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് നല്ല പോസിറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ റിസീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് തൊട്ട് ചെയ്ത് തുടങ്ങുക. 2025 ഇതുവരെയുള്ള പോലെ ആവില്ല എന്നുള്ളത് നിങ്ങളിപ്പോൾ തീരുമാനിക്കുക. എൻ്റെ ലൈഫിൽ എനിക്കിനി ചേഞ്ച് വേണം. ഒരാളും കാരണം, അല്ലെങ്കിൽ ഒരാളെയും എൻ്റെ ലൈഫിൽ തീരുമാനം എടുക്കാൻ ഞാൻ അനുവദിക്കില്ല. എൻ്റെ ലൈഫിലെ പ്ലാൻസ് ഞാൻ തന്നെ ആണ് ഡിസൈൻ ചെയ്യുന്നത്. എൻ്റെ ലൈഫിൻ്റെ ഡിസൈനർ ഞാൻ തന്നെയാണെന്നുള്ളത് ഉറപ്പിക്കുക. ഈ ഒരു ഡിസംബർ 31 മുന്നേ തന്നെ നമ്മുടെ ഒരു ലൈഫിൽ കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തു വയ്ക്കുക. എങ്ങനെ വേണം, എന്ത് വേണം എന്നൊക്കെ. അതനുസരിച്ചിട്ട് ലൈഫിനെ കൊണ്ടുപോവുക. 2025 ജനുവരി 1 ആവാനൊന്നും കാത്തു നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇന്ന് തൊട്ട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷൻസും എല്ലാം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. 2025 തുടങ്ങുമ്പോഴത്തേക്കും നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആവും. നമ്മൾ കുറേ കൂടി സ്ട്രോങ് ആവും. നമ്മുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കണം, അല്ലേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. നമ്മുടെ മൈൻഡാണെല്ലാം. നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ എന്നെ ഇനി ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, ഞാൻ ഇനി ആരുടെ മുന്നിലിരുന്ന് കരയില്ല, എനിക്കിനി തളർന്നിരിക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉറപ്പിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരാൾക്കും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഒരു പരദൂഷണം, കുറ്റം അവർക്കൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യാനേ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നിട്ട് ഇന്ന് തൊട്ട് മുന്നോട്ട് പോവുക. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. അതാണ് ഏറ്റവും വലിയ ഒരു സത്യം. എല്ലാവർക്കും സാധിക്കും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മൈൻഡിനെ പോവാതിരിക്കാണ്ട് മാത്രം ശ്രദ്ധിക്കുക. എൻ്റെ ലൈഫിൽ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ പലതും, എനിക്ക് നേടാൻ കഴിയാതെ പോയ പലതും ഞാനിനി നേടിയിരിക്കും എന്നങ്ങ് വിചാരിക്കുക. നേടിയതായിട്ട് ഇമാജിൻ ചെയ്യുക. ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ.
ഇന്നോട്ട് തുടങ്ങാം കേട്ടോ, ലേറ്റ് ആക്കണ്ട. അപ്പോൾ ഇനിയുള്ള ഓരോ ദിവസങ്ങളും നമ്മൾ ഇതുപോലെയുള്ള 2025 എന്ത് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കുറേ കമൻസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വോൾഫ് മാജിക് ആ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലിയിട്ട്. അത് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇനിയും വീഡിയോ ലെങ്ത് ആയി പോകും. എനിക്ക് ആ കമൻറ്റ് സെക്ഷൻ നോക്കിയപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടി എന്നുള്ളതാണ്. ഫസ്റ്റ് ടൈം ഒക്കെ അത് യൂസ് ചെയ്തിട്ട് നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നടന്ന് കിട്ടിയ വ്യക്തികളുടെയൊക്കെ മെസ്സേജ് ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒരു ബ്ലെസ്സിങ് ആണ് അത്. അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു സ്വിച്ച് വേർഡാണ് വോൾഫ് മാജിക് ബിഗിൻ നൗ എന്ന് പറയുന്നത്. നിങ്ങൾ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ, നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ, ഏതവസ്ഥയിലും നിങ്ങൾക്ക് ഈ വോൾഫ് മാജിക് ബിഗിൻ നൗ എന്നുള്ള ആ ഒരു പ്രെയർ അല്ലെങ്കിൽ ആ ഒരു മാജിക് വേർഡ് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം, അതിനെ ചൊല്ലാവുന്നതാണ് കേട്ടോ. നമുക്ക് മെഡിറ്റേഷൻ സമയത്ത് അതിരുന്ന് ചാൻറ്റ് ചെയ്തിട്ട് വോൾഫിൻ്റെ പ്രസൻസ് ഉണ്ടായി എന്ന് പറഞ്ഞ് നമുക്ക് കമൻറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് ആകെ ഒറ്റ കമൻറ്റേ പിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം. അല്ലെങ്കിൽ ഞാൻ എല്ലാ കമൻറ്റുകളും ഞാൻ പിൻ ചെയ്തേനെ. അപ്പോൾ അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു സ്വിച്ച് വേർഡാണത്. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം, നിങ്ങൾക്ക് ആരും കൂട്ടില്ല, നിങ്ങൾ ഒറ്റപ്പെടൽ ഭയങ്കര വേദനയാണല്ലേ. ആ ഒരു അവസ്ഥയിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്വിച്ച് വേർഡ് ചാൻറ്റ് ചെയ്യാം. ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, 6 years ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി, ഇപ്പം ഭയങ്കരമായിട്ടുള്ള മാനസികാവസ്ഥയിലാണ്, എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഒരു സ്വിച്ച് വേർഡ് ചൊല്ലുക, ഉറപ്പായിട്ടും റിക്കവറാകും. മനസ്സിന് അസാമാന്യമായിട്ടുള്ള ഒരു പവർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈസിലി മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കാര്യം കാണാൻ വേണ്ടി മാത്രം വോൾഫിനെ കൂട്ടുപിടിക്കുന്നതാവരുത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളുടെ കൂടെ ഉണ്ടാവണം എന്ന രീതിയിൽ നമ്മൾ അത് ഒന്ന് ജപിച്ചുകൊള്ളുക. നമ്മുടെ കൂടെ ഉണ്ടാവും എപ്പോഴും, ഒരിക്കലും ഇട്ടിട്ട് പോവില്ല. നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഒരു പ്രസൻസ്. പെട്ടെന്ന് റിസൾട്ട് തരുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് സ്വിച്ച് വേർഡ് പെട്ടെന്ന് നമ്മളെപ്പോൾ വിളിക്കുന്ന ആ നിമിഷം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മുടെ കൂടെ വരും. അപ്പോൾ ധൈര്യമായിട്ട് അത് അങ്ങ് ചൊല്ലി തുടങ്ങിക്കൊള്ളുക. നമ്മുടെ ലൈഫ് അങ്ങ് മാറട്ടെ, അടിപൊളിയാവട്ടെ. അപ്പോൾ ബൈ.